ഒരുപക്ഷെ ഈ ഭാവിയെപ്പറ്റി നമുക്കൊന്നും പറയാൻ പറ്റില്ല എന്ന് പറയുന്നതിന് ഉത്തമ ഉദാഹരണമായിരിക്കും ഡെലെ അലി. ഒരിക്കൽ അടുത്ത സൂപ്പർ സ്റ്റാർ എന്ന് ലോകം വാഴ്ത്തിപ്പാടിയ താരം ഇപ്പോൾ ഇതാ 29-ാം വയസ്സിൽ കരിയർ റിട്ടയർമെന്റിന്റെ വക്കിലെത്തി നിൽക്കുന്നു. എന്താലേ, കുറച്ചു വർഷം മുമ്പ് വരെ വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലേയേഴ്സ് ഇൻ ദ വേൾഡ് എന്ന് പറയപ്പെട്ടിരുന്ന താരം, സ്പോർട്സിന്റെ കൂടെ ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ വരെ കളിച്ച താരം, വേൾഡ് കപ്പിൽ ഗോളുകൾ അടിച്ച ചെറുപ്പക്കാരൻ. പക്ഷേ പെട്ടെന്ന് 2022-ൽ പുള്ളി എവർട്ടണിലേക്ക് ഒരു മൂവ് നടത്തുന്നു. അതിനുശേഷം കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു. ട്രെയിനിങ്ങുകൾ സ്കിപ്പ് ചെയ്യുന്നു, കോൺഫിഡൻസ് നഷ്ടപ്പെടാൻ തുടങ്ങുന്നു. കാരണം എന്താണെന്ന് ആർക്കും മനസ്സിലായില്ല. കഷ്ടകാലം അവിടെ കൊണ്ട് തീർന്നില്ല. 2 വർഷം കൊണ്ട് എവർട്ടണിലാകെ 13 കളികൾ മാത്രമേ പുള്ളി കളിച്ചുള്ളൂ. അതിനുശേഷം ബെസിക്താസിലേക്ക് ഒരു ലോൺ മൂവ്. പക്ഷേ അവിടെ കാര്യങ്ങൾ അതിലും മോശമായിരുന്നു. ഒരിക്കലും അവരുടെ കോച്ച് തന്നെ വന്ന് പറയുന്നുണ്ടായിരുന്നു, ഡൽഹി എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല, കാരണം ഫോൺ വിളിച്ചാൽ പോലും പുള്ളിക്ക് റിപ്ലൈ കിട്ടുന്നില്ല എന്നൊക്കെ. അതിനുശേഷം 2023-ൽ താരം ചെറുപ്പത്തിൽ നേരിട്ട ക്രൂരതകളെയും മാനസിക പിരിമുറുക്കങ്ങളും അതുവഴി തനിക്കുണ്ടായ റോങ് ഹാബിറ്റുകളെ പറ്റിയൊക്കെ ഒരു ഇമോഷണൽ സ്പീച്ച് നടത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം തിരിച്ചുവരാനൊരുങ്ങിയ താരം കഴിഞ്ഞ സീസണിൽ ഇറ്റാലിയൻ ടീമായ കോമോയിൽ സൈൻ ചെയ്തു. പക്ഷേ ആ സീസണിൽ മൊത്തം പുള്ളിക്കാകെ 8 മിനിറ്റ് മാത്രമേ കോമോക്ക് വേണ്ടി കളിക്കാൻ സാധിച്ചുള്ളൂ. അതിനുള്ളിൽ ഒരു റെഡ് കാർഡും കണ്ടു. അതിനുശേഷം ഫാബ്രിഗാസ് പുള്ളിനെ ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. 25-26 സ്ക്വാഡിൽ അലിയെ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് ഫാബ്രിഗാസ് തന്നെ ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ താരം ഇപ്പോൾ റിട്ടയർമെന്റിനെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്.